Hi guys, welcome back to another video. നമ്മൾ ഇന്ന് പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു വാട്ടർമെലൺ ഡയറിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ പുതിയൊരു ബാഗ് മേടിക്കുമ്പോഴോ ഡ്രസ്സ് മേടിക്കുമ്പോഴോ അതിൻ്റെ ഉള്ളിലൊരു സ്പോഞ്ച് പീസ് കാണും. കൂടുതലും ബാഗിനകത്താണ് അത് കാണുന്നത്. നല്ല ഇച്ചിരി ഒരു കട്ടിയുള്ളൊരു സ്പോഞ്ച്. ആ സ്പോഞ്ച് ആട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അതിലൊരു സ്പോഞ്ചിൻ്റെ എടുത്തിട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നിനെയും ഒരു സർക്കിൾ ഷേപ്പിൽ ഞാൻ സിസേഴ്സ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഗൈസ് നമ്മൾ രണ്ട് പീസും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ഇതിനകത്ത് കളർ അടിച്ചു കൊടുക്കാം. അപ്പം ഇവിടെ നമ്മൾ ഒരു വാട്ടർമെലൻ്റെ തീമാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 4 കളറായിരിക്കും ഞാൻ യൂസ് ചെയ്യുന്നത്. റെഡ്, ഗ്രീന്, വൈറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഒരു ബ്ലാക്ക് കളർ. അപ്പോൾ ഈ 4 കളർ അക്രിലിക് പെയിൻ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പം ആദ്യം ഞാൻ സെൻറ്ററിൽ ഒരു സർക്കിൾ ഷേപ്പ് പോലെ റെഡ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സൈഡിൽ ഇതുപോലെ വീഡിയോ കാണുന്നത് പോലെ ഗ്രീനും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ റെഡും ഗ്രീനും നല്ലതുപോലെ ഉണങ്ങിയ ശേഷം സെൻറ്ററിൽ നമ്മൾ വാട്ടർമെലൻ്റെ സീഡിന് വേണ്ടിയിട്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റും ഡോട്ട് പോലെ ഇതുപോലെ വീഡിയോ കാണുന്നത് പോലെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് അതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള പേപ്പർ റെഡിയാക്കി എടുക്കാം. അതിന് A4 ഷീറ്റ് എടുക്കുക, നമ്മൾ വീഡിയോ കാണുന്നത് പോലെ മടക്കി കൊടുക്കുക. എന്നിട്ട് അതും നമ്മൾ ആ ഒരു സ്പോഞ്ച് കട്ട് ചെയ്തില്ലേ, ആ ഒരു ഷേപ്പിൽ, സർക്കിൾ ഷേപ്പിൽ ഈ A4 ഷീറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം കുറച്ച് പേപ്പർ പീസ് നമുക്ക് സർക്കിൾ ഷേപ്പുള്ള കുറച്ച് A4 ഷീറ്റുകൾ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇതാണ്ട് ഞാൻ കുറേ A4 ഷീറ്റുകൾ ഇതുപോലെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റാപ്ലർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആ പിൻ ചെയ്ത സർക്കിൾ ഷീറ്റുകൾ ഈ വാട്ടർമെലൻ്റെ സ്പോഞ്ചിലേക്ക് നമുക്ക് ഈ ഷീറ്റുകൾ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഒട്ടിക്കാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ ഡബിൾ സൈഡ് ടേപ്പാണ് കേട്ടോ. അതിന് 2 ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ വീഡിയോ കാണുന്നത് പോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഡയറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, സ്കിപ്പ് അടിക്കാതെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്